അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3 സവാളയാണ്. നീളത്തിൽ അരിഞ്ഞ 3 സവാള, ഇടത്തരം മുഴുപ്പുള്ള സവാള, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ട് ചെറുതായിട്ട് പാകമായി വരുമ്പോഴാണ് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ്. ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്നും കൂടെ വാടി വരണം. ഉള്ളി ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 6 കൂട്ടം പൊടികളുണ്ട്. ഗരം മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ പെരിഞ്ജീരകം കൂടുതലിട്ട് പൊടിച്ചാൽ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കണ്ട. ഞാൻ കൂടുതലിട്ട് പൊടിക്കാറില്ല, ആവശ്യത്തിനുള്ള പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാറാണ് ചെയ്യാറ്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് 3-4 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് നല്ലതുപോലെ കറിക്കകത്തേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ്. മുട്ടയൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് വേണേൽ കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ കറിയെല്ലാം മുട്ടയുടെ മുകളിലേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് കോരി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ മുട്ട ഇതേപോലെ കറിയിലൊന്ന് മൂടി വെച്ച് കൊടുക്കണേ. മുട്ടയൊക്കെ നന്നായിട്ട് കറിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 4 മിനിറ്റും കൂടെ ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. മുട്ടയുടെ അകത്തേക്കൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിക്കാനായിട്ട് ഇതേപോലെ മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. അതൊന്ന് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങാപ്പാലൊന്ന് എല്ലായിടത്തേക്കും ആകുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കണം കേട്ടോ, തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകരുതേ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി എല്ലാവരും പല രീതിയിലും വയ്ക്കും. ഇത് ഒരു രീതി മാത്രമാണ്. നമുക്ക് ഇനിയും പല രീതിയിലും മുട്ടക്കറി ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്